ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വയായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് അൽ മുഖ്താർ മാസികയിൽ വന്ന ഒരു ലേഖനം, ആ ലേഖനത്തിൽ അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറിനെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതപ്പെടുന്ന ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ഡോക്ടർ സർവീസിലേക്ക് കയറിയ എൻ്റെ ആദ്യ കാലഘട്ടം, എൻ്റെ നല്ല യൗവന കാലഘട്ടത്തിൽ ഞാൻ മനുഷ്യ ജീവിതത്തിലേക്കൊരു എത്തിനോട്ടം നടത്തുകയും മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ സമൃദ്ധിയുടെ അനിവാര്യതകളെ ഒരു പട്ടികയായി പഠിക്കുകയും അതിനെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എൻ്റെ ചീഫിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ആ പട്ടിക എങ്ങനെയാണ്? ആരോഗ്യം, ഒരു മനുഷ്യൻ്റെ സമൃദ്ധമായ ജീവിതം, ഭൗതിക ലോകത്തിൻ്റെ ഏറ്റവും മികച്ച വിഭവങ്ങളെ ഒരു പട്ടികയാക്കിയപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ കൂടി ഞാൻ അറിഞ്ഞ ഏറ്റവും വലിയ തിരിച്ചറിവ് ഒന്നാമതൊരു മനുഷ്യന് വേണ്ട ആരോഗ്യമാണ്, രണ്ടാമത് സ്നേഹം, മൂന്നാമത് നൈപുണ്യം, നാലാമത് ശക്തി, അഞ്ചാമത് സമ്പത്ത്, ആറാമത് പ്രശസ്തി. ഈ 6 കാര്യങ്ങളെ ഒരു പട്ടികയാക്കി തയ്യാറാക്കിയിട്ട് തൻ്റെ ചീഫിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ ഒരു ജീവിത കാഴ്ചപ്പാട്. മനുഷ്യ ജീവിതത്തിൻ്റെ മേന്മകളും അലങ്കാരങ്ങളും സമൃദ്ധിയും സൗഭാഗ്യങ്ങളുമെല്ലാം ഈ പട്ടികയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിത് കൊടുക്കുമ്പോൾ അദ്ദേഹം ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല ക്രമീകരണം, നല്ല പട്ടിക, വലിയ വിലയിരുത്തലാണ് താങ്കൾ നടത്തിയിട്ടുള്ളത്, ഇതിൻ്റെ ക്രമീകരണവും കൊള്ളാം, ആരോഗ്യം മുതൽ ഇങ്ങോട്ട് വന്നതെല്ലാം കൃത്യമാണ് എന്ന്. പക്ഷേ എനിക്കൊരു വാക്ക് കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഒരു പേനയെടുത്ത് അതിൽ എഴുതി വെച്ചു, മനഃശാന്തി എന്ന്. മനഃശാന്തി എന്ന് ഇതിനെല്ലാത്തിനും മീതെ നിൽക്കുന്ന ഒന്നുകൂടി ഉണ്ട്, അത് നിങ്ങൾ മറന്നുപോയി. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതത്തിന് അർത്ഥമെന്നുള്ളത്? ഇതിനെല്ലാത്തിനേക്കാളും ഉപരിയായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടത് സമാധാനമുള്ള, ശാന്തിയുള്ള ഒരു മനസ്സാണ് എന്ന് ആ ചീഫ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞു, ഇതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, മസാമീറിനെയും ഓറിയലിയാനസിനെയും കൂടി ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പുരാതന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് നൽകുന്ന വേദത്തിൻ്റെ ഭാഗമാണ് മസാമീർ എന്ന് കരുതപ്പെടുന്നുണ്ട്. പുരാതന കാലത്തെ വേദത്തിൽ വന്നൊരു വാക്കും അത് കണക്കിന് ഓറിയലിയാസിനെ പോലെയുള്ള ഒരു പ്രബലനായ ഒരു ചക്രവർത്തിയുടെയും ഉദ്ധരണി കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അവരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാറ് പോലും ഇങ്ങനെയാണ്, ദൈവമേ, ഭൗതിക ലോകത്തിൻ്റെ വിഭവങ്ങളെല്ലാം നീ വിഡ്ഢികളുടെ കാൽച്ചുവട്ടിൽ വിട്ടേക്കൂ, നമുക്ക് ശാന്തമായൊരു മനസ്സ് തന്നേക്കൂ എന്നാണ്. ശാന്തമായൊരു മനസ്സ്, അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും മികച്ച നേട്ടം, അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ ഏറ്റവും മികച്ച ഒരു അനിവാര്യത എന്നുള്ളത്. ഇപ്പം നമുക്കും ഇന്ന് അന്യം നിൽക്കുന്നതും ഈ മനസ്സാണ്. നമുക്കെല്ലാവർക്കും ഇന്ന് ആവശ്യമുള്ളതും സമാധാനമുള്ള ഒരു ജീവിതമാണ്, സമാധാനമുള്ള ഒരു മനസ്സാണ്, ശാന്തമായ ഒരു ഹൃദയം. ഇത് നമുക്ക് നന്ദി നിൽക്കണം. വലിയ പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ അസ്വസ്ഥത പുകഞ്ഞ് നീറിയിട്ടാണ് ഇത് പുറന്തള്ളി വരുമ്പോഴാണ് മനുഷ്യൻ അന്ധവിശ്വാസങ്ങളിലേക്ക് പോവുക. വലിയൊരു അളവോളം ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ കൊണ്ടെത്തിക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുമ്പോഴാണ്. ശാന്തി നഷ്ടപ്പെട്ട ഒരു മനസ്സുമായി പതറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും മുമ്പിൽ അഭയം തേടേണ്ടി വരുന്നു. ശമനം വേണം, മനഃശാന്തി ഉണ്ടാകണം, ഈ ടെൻഷൻ പിടിച്ചുള്ള ജീവിതത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകണം. അങ്ങനെ പല ആൾക്കാരും അന്ധവിശ്വാസങ്ങളിലേക്ക് വീണുപോകാറുണ്ട്. പലതരത്തിലുള്ള ആൾദൈവങ്ങളുടെ അടുക്കിലേക്ക്, പല വഴിപാടുകളായി, നേർച്ചകളായി ഒരുപാട് ആൾദൈവങ്ങളിൽ നിന്ന് വളരെ വലിയ സാമ്രാജ്യങ്ങളുണ്ട്. നമ്മുടെ കൺമുമ്പിൽ സാധാരണക്കാരായി ജീവിച്ച പല ആൾക്കാരും പിൽക്കാലത്ത് ആത്മീയ ആചാര്യന്മാരായി സ്വയം അവരോധിച്ച് രംഗത്ത് വരുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഭക്തന്മാരുടെ പ്രവാഹമാണ്. അവരെ മുമ്പിലേക്ക് എത്ര രൂപയും കൊടുക്കാൻ തയ്യാറായ ആൾക്കാർ, ഭക്തന്മാർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ളത് ശാന്തമായൊരു മനസ്സാണ്, മനഃശാന്തിയാണ്. അത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്ത് മനുഷ്യനെ കാണാൻ കഴിയുന്നത് ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? മനസ്സിന് സമാധാനമില്ല. നമ്മൾ കണക്കാക്കുന്ന നല്ല മനുഷ്യരാണ്, നല്ല മനുഷ്യൻ, യോഗ്യനായ മനുഷ്യനാണ്, എപ്പോഴും നിസ്കാരമുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്, ഇബാദത്തുകൾ കൃത്യമാണ്, നല്ല ഈമാനുള്ള മനുഷ്യനാണ് എന്ന് നമ്മൾ പൊതുവേ കണക്കാക്കപ്പെടുന്ന ചില ആൾക്കാർ പോലും
ചില സമയത്ത് അവരുടെ ജീവിതാന്ത്യം നമ്മൾ കേൾക്കുമ്പോൾ അവർ ആത്മഹത്യ ചെയ്തു എന്നാണ് കേൾക്കേണ്ടി വരുന്നത്. മനപ്രയാസങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ, അസ്വസ്ഥമായൊരു മാനസികാവസ്ഥയെ അതിജീവിക്കാൻ കഴിയാതെ ഒരു നിമിഷത്തെ അവിവേകത്തിൽ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്ന നിമിഷങ്ങളുണ്ട്. ഒരുപാട് നല്ല മനുഷ്യരെ പോലും അവിശ്വസനീയമായി പോയ ചില മരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അയ്യോ, അയാൾ നല്ല മനുഷ്യനായിരുന്നല്ലോ എന്ന്, 5 നേരം നമസ്കരിക്കാൻ വന്നുകൊണ്ടിരുന്ന ആണല്ലോ എന്ന്. ഇതൊക്കെ നമ്മൾ കണക്കാക്കാറുണ്ട്. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, യാ മുഖല്ലിബ് ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക എന്ന്. ഈ ഹൃദയങ്ങളെ തിരിക്കുന്നവനെ, അല്ലാഹുവേ എന്നെ നീ നിന്റെ മതത്തിൽ അടിയുറപ്പിച്ചു നിർത്തണേ എന്ന്. ഇത് നിരന്തരമായി പ്രാർത്ഥന നടത്തുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, എന്തിനാണ് എപ്പോഴും ഈ ദുആ ചെയ്യുന്നത്? എപ്പോഴും ഈ ദുആ ചെയ്യുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ ദീനിലാണ് അങ്ങുള്ളത്. അങ്ങാണ് ഈ മതം ഇവിടെ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നിട്ടും അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവേ, നീ എൻ്റെ ഹൃദയത്തെ ഈ മതത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ടവരോട് ഉമ്മു സലമയോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയമുള്ളത് എന്ന്. ഓരോ മനുഷ്യന്റെയും ഹൃദയമുള്ളത് അള്ളാഹുവിന് 2 വിരലുകൾക്കിടയിലാണ്. അത് എങ്ങോട്ട് വേണമെങ്കിലും മറയ്ക്കാൻ എളുപ്പമാണ് എന്ന്. ഇതിപ്പോ അള്ളാഹു ഇങ്ങനെ 2 വിരലുകൾക്കിടയിൽ ഇങ്ങനെ മനുഷ്യ ഹൃദയം പിടിച്ചിരിക്കുന്നു എന്നല്ല. അപ്പൊ അതുപോലെ നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയണമല്ലോ. നമ്മുടെ 2 വിരലുകൾക്കിടയിൽ സാധനം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ നമുക്ക് അനായാസം സാധ്യമാകുന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമാണ് ഒരു മനുഷ്യന്റെ മൈൻഡ് മാറിപ്പോകാൻ, ഒരു മനുഷ്യന്റെ മനസ്സിന് താളം തെറ്റിപ്പോകാൻ. അതാ റബ്ബിനോട് പറയുന്ന, അല്ലാഹുവേ എന്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോകരുതേ എന്ന്. അവസാനം വരെയും എന്നെ നീ മതത്തിൽ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന ജീവിത രീതിയിൽ അതിൽ നിന്ന് പുറത്തു പോകാതെ എന്നെ നീ കാത്തോളണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുകളും പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു നിമിഷം മതി മനുഷ്യനെ താളം തെറ്റിപ്പോകാൻ. ഒറ്റ നിമിഷത്തിന്റെ വൈകല്യത്തിന് പേരിൽ ഒരുപക്ഷെ ആ 5 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ അയാൾ ആ പ്രവൃത്തി ചെയ്യില്ല. പല ആൾക്കാരും ആത്മഹത്യ ചെയ്തത്, പല ആൾക്കാരും ആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആ മനുഷ്യൻ കടന്നുപോയാൽ ആ പരിപാടി ചെയ്യില്ല. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെ, എല്ലാ പ്രയാസങ്ങളും വന്നു മറിഞ്ഞ് ഹൃദയത്തിൽ വലിയ കുടുസായതുപോലെ, വിശാലമായ ഭൂമിയിൽ ഹൃദയം ചുരുങ്ങിപ്പോയ ചില മനുഷ്യർ ചില ദുർബല നിമിഷങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്, അബദ്ധമായ തീരുമാനങ്ങൾ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവ്വകാലത്ത് ഒരു യോദ്ധാവിന്റെ കഥ പറയുന്നുണ്ട്. ദീനിനു വേണ്ടി വലിയ സംഭാവന ചെയ്ത മനുഷ്യനാണ്, ധീരധീരം യുദ്ധഭൂമിയിൽ സംഭാവന ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ ആ യോദ്ധാവ് അവസാനം എന്ത് ചെയ്തു? അയാൾക്ക് ഒരു വെട്ടേറ്റു. യുദ്ധഭൂമിയിൽ സേവനം ചെയ്യാണ് പടച്ചവന്റെ മാർഗത്തില്. ധീരധീരം പോരാളി ആ മനുഷ്യൻ ഇങ്ങോട്ട് വെറ്റേറ്റു. ആ മുറിവിന്റെ വേദന സഹിക്കവയ്യാതെ വന്നപ്പോ വാളിനെ തലകുത്തനെ തിരിച്ചു നിർത്തി വാൾത്തലപ്പിലേക്ക് സ്വന്തം നെഞ്ചമർത്തി ആത്മഹത്യ ചെയ്തു. റസൂലിന്റെ കാലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അങ്ങനെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട്. പഴയ കാലത്തിന്റെ ചരിത്രവും റസൂൽ പറയുന്നുണ്ട്. ഇത് രണ്ടും ചരിത്രത്തിന്റെ ഭാഗമാണ്. റസൂലിന്റെ മുമ്പിൽ ആൾക്കാർ പറഞ്ഞു, ഇന്നത്തെ ദിവസം അങ്ങേരെ കണക്കാരും പ്രവർത്തിച്ചില്ല എന്ന്. ഈ ദിവസം യുദ്ധസേവന രംഗത്ത് ആ പോയ മനുഷ്യനെ പോലെ പ്രവർത്തിച്ച ആരുമില്ല എന്ന് റസൂലിന്റെ മുമ്പിലും വന്നു പറഞ്ഞു. അയാൾ ഇന്ന് അയാളുടെ ഏറ്റവും വലിയ, അയാൾ അന്നത്തെ ഹീറോ, ഇന്നത്തെ നായകൻ ആ മനുഷ്യനാണെന്ന് റസൂൽ പറഞ്ഞു. ഫഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ് എന്ന്, അയാൾ നരകത്തിലാണ് എന്ന്. അടുത്ത ദിവസവും ഈ മനുഷ്യനെ ഇവരെല്ലാവരും ശ്രദ്ധിച്ചു. അയാൾ പടവെട്ടി മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ശത്രുപക്ഷത്ത് വലിയ നാശം വിതച്ച് മുന്നേറി ഒടുവിൽ തന്റെ കൈക്ക് വെട്ടേറ്റ് കൈ വെട്ടേറ്റ് ഇങ്ങനെ തൂങ്ങിക്കിടന്നപ്പോ ആ മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി. കാരണം അയാൾക്ക് ആ വേദന സഹിക്കാൻ വയ്യ. ഒരു നിമിഷത്തെ അപക്വമായ തീരുമാനം, ആ മനുഷ്യൻ നരകത്തിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷത്തെ ചാബല്യമാണ്, ഒരു നിമിഷത്തെ ആവേശമാണ് നമുക്ക് പറ്റുന്ന അബദ്ധമാണ്. എന്തുകൊണ്ട്? മനസ്സ് അസ്വസ്ഥമായി പോയാൽ പലപ്പോഴും എല്ലാം യാന്ത്രികമായി നടന്നുകൊണ്ടിരിക്കും, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതാണ് നമ്മൾ വലിയ ടെൻഷനുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വലിയ ടെൻഷനിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗം ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിധത്തിൽ. മറ്റു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വിഷാദ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം. മാനസികമായ അസ്വസ്ഥതകൾ, നീറുന്ന 100 പ്രശ്നങ്ങൾ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവരാണ് ഓരോ മനുഷ്യരും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി കുന്നുകൂടിയിട്ട് മനുഷ്യനെ മാനസികമായ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് 8ൽ ഒരാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് കണക്ക്. 8ൽ ഒരാള് മാനസിക രോഗിയാണ് എന്ന് കണക്ക് പറയാണ്. ആ നിലയിൽ മനുഷ്യൻ മാനസികമായി വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇവിടെ നമ്മൾ എന്ത് സ്റ്റാൻഡ് എടുക്കണം? മനുഷ്യൻ ഒന്നാമത് ജീവിതം എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ മനുഷ്യന്റെ ജീവിതത്തിലാണ്, മനുഷ്യ ജീവിതമാണ് ഖുർആന്റെ ചർച്ചാ വിഷയം എന്നുള്ളത് തന്നെ.
അള്ളാഹു എന്താ ചർച്ചയ്ക്കെടുത്ത് മനുഷ്യന് ജീവിതമാണ്. അത് പള്ളിക്കകത്തുള്ള ആരാധന മാത്രമല്ല. നിങ്ങൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും മരണത്തിനപ്പുറത്ത് പരലോക ജീവിതവും അതിനുമൊക്കെ അപ്പുറത്തേക്ക് കടന്നു ചെന്നിട്ട് അനശ്വരമായ സ്വർഗ്ഗനരകങ്ങളെ കുറിച്ച് പോലും വ്യക്തമായി വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യ ജീവിതത്തിലേക്ക് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നമ്മുടെ പ്രശ്നങ്ങൾ കാണാതെ നിങ്ങൾക്ക് പറയാം അള്ളാഹു റസൂൽ എന്താ പറഞ്ഞുകൂടാത്തത്? നിങ്ങൾക്ക് പലതും പറയാം, പക്ഷെ പ്രശ്നങ്ങൾ നമുക്കാണ്. കുടുംബം, കച്ചവടം, ബിസിനസ്, തൊഴിൽ, വരുമാനങ്ങൾ, വരവ്, ചെലവുകൾ കണക്ക് കൂട്ടിയിട്ട് എങ്ങും എത്തുന്നില്ല. അതിനിടയിലാണ് നിങ്ങൾ മതോപദേശവുമായി വരുന്നത് എന്ന്. മതം അതുകൂടിയാണ് സംസാരിക്കുന്നത്. മതം നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. നമ്മൾ പാളിപ്പോകേണ്ട ആൾക്കാരല്ല, അന്ധവിശ്വാസങ്ങളിലേക്ക് ചെന്ന് ചാടേണ്ടവരല്ല, ആത്മഹത്യ ചെയ്യേണ്ട ആൾക്കാരല്ല, വിഷാദരോഗികളായിട്ട് ഡിപ്രഷൻ അടിച്ചുകൊണ്ട് മാനസികമായ അസ്വസ്ഥത പോഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ആൾക്കാരുമല്ല. ഹൃദയത്തിൽ സമാധാനം അള്ളാഹുവിന്റെ നിക്ഷേപമാണത്. വിശ്വാസം ഒന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകുന്ന നിക്ഷേപമാണ് സമാധാനമെന്ന്, ശാന്തി എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം വേണം. റബ്ബിൽ വിശ്വസിച്ചിട്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്ക്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. റബ്ബ് പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവ്. നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും. എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രശ്നങ്ങൾ കടന്നു പോകണം, എന്താണ് ജീവിതം, എങ്ങോട്ടാണ് യാത്ര എന്ന് കൃത്യമായ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരു പ്രശ്നവും അവന് സമാധാനം കെടുത്തി കളയില്ല. ഇല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇല്ലാതിരിക്കില്ല. മനുഷ്യ ജീവിതം അങ്ങനെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു വളരെ വ്യക്തമായി മനുഷ്യനോട് പറയണം, മനുഷ്യരെ നിങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഈ ജീവിതത്തെ ഞാൻ സംവിധാനിച്ചത് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷണങ്ങളുടെ സ്വഭാവങ്ങൾ പൊതുവിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അരക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ടാകും. അരക്ഷിതാവസ്ഥ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും. പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടും. പ്രാരാബ്ദവും ദാരിദ്ര്യവും ഉണ്ടാവും നിങ്ങൾക്ക്. ഭക്ഷ്യക്ഷാമം നിങ്ങൾക്കുണ്ടാകും, സാമ്പത്തിക കമ്മി നിങ്ങൾക്കുണ്ടാകും, പ്രിയപ്പെട്ടവന്റെ വിയോഗമുണ്ടാകും, അംഗവൈകല്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെയാണ് പരീക്ഷണത്തിന്റെ പൊതു സ്വഭാവങ്ങൾ. ഈ രീതിയിലൊക്കെ മനുഷ്യനെ നിങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ വാക്ക് വലനബുലുവന്നക്കുമെന്ന്, ലായും ഇന്നയും ഈ രണ്ട് വാക്കുകൾ ഈ ഒരു ക്രിയാപദത്തിനകത്തിന്റെ തുടക്കത്തിൽ ലാ വരിക എന്നുള്ളതും അതിന് അവസാനം ഷദ്ദുള്ള നൂന് ഇന്ന എന്ന അക്ഷരം വരിക എന്നും താക്കീതിന്റെ നൂനും കൊണ്ടുവരിക എന്നുള്ളത് രണ്ടാവർത്തി ബലപ്പെടുത്തണം. സംശയമേ വേണ്ട, അർദ്ധശങ്കയ്ക്ക് പോലും ഇടയില്ലാത്ത വണ്ണം അടിവരയിട്ട് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് അത് പരീക്ഷണം ഉണ്ടാകും. മനുഷ്യരാണെങ്കിൽ ഈ വിധത്തിൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതങ്ങ് നിങ്ങൾ എന്ത് ചെയ്യാം, അത് ജീവിതം ഇങ്ങനെയാണ് അള്ളാഹു ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ ഒരു ആശ്വാസമുണ്ട്. ഇത് പടച്ചവന്റെ തീരുമാനമാണ്, റബ്ബിന്റെ രീതി ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആശ്വസിക്കാമല്ലോ. ഇതങ്ങ് നമ്മുടേതല്ല, നമ്മുടെ പാളിച്ചയല്ല. നമ്മൾ അങ്ങനെ കണക്കാക്കുക പലപ്പോഴും. നമ്മുടെ നഷ്ടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ തോൽവികൾ, ഇതിനൊക്കെ നമ്മളെ തന്നെ പഴിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ പഴിക്കുന്നു. അവരങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ നഷ്ടം ഉണ്ടാകില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഈ വിധത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്കിൽ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അത് തന്നെ ഒരു വിശ്വാസിയെ പിന്നോട്ടടിക്കുന്ന സംഗതിയാണ്. അത് വിശ്വാസമല്ലല്ലോ. നിനക്ക് സംഭവിച്ചതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ അത് ചെയ്തത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. അത് ചെയ്യലും അങ്ങനെ സംഭവിക്കലും റബ്ബിന്റെ തീരുമാനമാണ്. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന വിപത്തുകളാകട്ടെ, നിങ്ങളിൽ സംഭവിക്കുന്ന വിപത്തുകളാകട്ടെ, അതെല്ലാം റബ്ബിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അള്ളാഹു മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ചെന്ന് ചേരുന്നത്. പടച്ചവൻ മുൻകൂട്ടി ഇതൊരു തുറന്നു പറച്ചില്ല. ഖുർആൻ അങ്ങനെ പറയുന്നത്, ഇതൊരു തുറന്ന പറച്ചില്ല മനുഷ്യരെ നിങ്ങളുടെ മുമ്പിലേക്ക്. നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പല പദ്ധതികളും ആവശ്യമായിരിക്കും, പല ആശയങ്ങളും മുമ്പിൽ വെക്കും. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. അതൊക്കെ വലിയ പരാജയത്തിൽ സംഭവിക്കും, വലിയ വീഴ്ചകളായി മാറും, വലിയ സങ്കടങ്ങളായി മാറും. ഇതൊക്കെ നിങ്ങൾ സ്വയം പഴിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം റബ്ബ് നേരത്തെ കൂട്ടി നിശ്ചയിച്ച സംഗതികളാണ്. അത് നിങ്ങൾക്ക് കൃത്യമായി ഇത് വെളിപ്പെടുത്തുന്നതിന്റെ കാര്യം എന്താണെന്നറിയാം. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഇത് വ്യക്തമായി വെളിപ്പെടുത്തി നൽകേണ്ട കാരണം നിങ്ങൾക്ക് ലഭ്യമായതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനും വേണ്ടിയാ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾക്ക് സങ്കടം വേണ്ട, നിങ്ങൾക്ക് അത് വിധിച്ചിട്ടില്ല, അത് റബ്ബിന്റെ തീരുമാനമാണ്. ചുണ്ടോടടുപ്പിച്ച ഭക്ഷണം അത് വായിലേക്ക് വെക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് റബ്ബിന്റെ തീരുമാനമാണ്. നിങ്ങൾക്ക് കഴിക്കാൻ അത് വിധിയില്ല. നിങ്ങൾക്ക് വിധിച്ച ഭക്ഷണം നിങ്ങൾ കഴിക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട.
നമുക്ക് നിശ്ചയിച്ച അന്നം അത് കഴിക്കാതെ ഒരു മനുഷ്യനും ഈ ലോകത്തൊന്നും ഇവിടെ പറയില്ല. നമുക്ക് നിശ്ചയിക്കപ്പെട്ട റിസ്ക് പൂർത്തിയാകാതെ ഒരു മനുഷ്യനും ഇവിടെ വരിക്കുന്നില്ല എന്ന്. നമുക്ക് നിശ്ചയിക്കപ്പെടാത്ത ഒരു ഭക്ഷണവും നിങ്ങളുടെ തൊണ്ട വിട്ട് താഴേക്ക് പോകില്ല എന്നും. നമ്മുടെ കയ്യിൽ നിന്ന് തറയിൽ പോയ ഭക്ഷണം അത് കാക്ക കൊത്തിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം വിധിച്ചത് കാക്കയ്ക്ക് തന്നെയാണ്, നമുക്കല്ല. ഞാൻ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. ഇപ്പൊ ജീവിതത്തിൽ തുടരെ വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ പാളിപ്പോകാൻ പാടില്ല. നമ്മുടെ മനസ്സ് പോയുന്നതും അസ്വസ്ഥമാകുന്നതിനെ കാരണം നമ്മുടെ വീഴ്ചയാണെന്ന് കണക്കാക്കിയിട്ട് അതല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതം എന്തെന്ന് മനസ്സിലാക്കിയാൽ, അള്ളാഹു ജീവിതത്തെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയ വലിയൊരു ആശ്വാസം നമുക്കുണ്ടാകും. റബ്ബിന്റെ ശൈലി ഇങ്ങനെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാകണമെങ്കിൽ ഉപ്പ് വേണം. ഉപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത്. ഉപ്പില്ലാത്ത ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല. കൃത്യമായ പാകത്തിന് ഉപ്പ് ചേർത്താൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവുകയുള്ളൂ എന്ന് പോലെയാണ് നമ്മുടെ ജീവിതത്തിന് രുചി നൽകുന്ന ഉപ്പാണ് കണ്ണീര്. കണ്ണീരിന്റെ ഉപ്പില്ലാതെ, സങ്കടത്തിന്റെ ഉപ്പില്ലാതെ ജീവിതത്തിന് രുചി ഉണ്ടാവില്ല. സത്യത്തിൽ സന്തോഷം എന്ന വാക്ക് പോലും കടമപ്പെട്ടിരിക്കുന്നത് സങ്കടത്തോടാണ്. സങ്കടങ്ങളില്ലെങ്കിൽ പിന്നെ എന്താ സന്തോഷം ഉണ്ടാവുക? മുല്ല നസറുദ്ദീൻ ഹോജി എന്ന് പറഞ്ഞൊരു ഹോജയുടെ കഥ നമ്മൾ പലപ്പോഴും വായിക്കാറ്. കൊച്ചു കഥകളാണ്. അതിലൊരു കഥ, ഒരു ധനാഢ്യനായ സുഹൃത്തിനെ കണ്ടുമുട്ടി വഴിയിൽ ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ കുശലാന്വേഷണം നടത്തുന്നു. ഹോജയോട് ഇയാൾ പറയുന്നുണ്ട്, ഹോജ വലിയ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്, എല്ലാം ഉണ്ട്, എല്ലാം ഒന്നിനും ഒരു കുറവില്ല, ആവശ്യം പോലെ പണം. ഈ കയ്യിലിരിക്കുന്ന ഈ കിഴി നിറച്ച് പണമാണ്, പണത്തിനൊരു പഞ്ഞവുമില്ല ഹോജ, ആവശ്യം പോലെ ഉണ്ട്, മക്കളുണ്ട്, ചെറുമക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സന്തോഷം മാത്രമില്ല. സന്തോഷം മാത്രം എനിക്കില്ല എന്ന്, അത് മാത്രം അനുഭവിച്ച് കാലങ്ങളേറെയായി എന്ന്. ഈ കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. മുല്ല നസറുദ്ദീൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇയാളെ കയ്യിൽ പണമാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞു. എന്തായാലും ഒരു കിഴി പണം, ഒരു കിഴി സ്വർണ്ണ നാണയങ്ങൾ അയാളെ കയ്യിലിരിപ്പുണ്ട്. നൈസിന് അതും തട്ടിപ്പറിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടോടി, അതും പിടിച്ചു പറിച്ചുകൊണ്ട് ഈ മനുഷ്യ ഓടിക്കളഞ്ഞു. ഇയാൾ പിറകെ ഓടി. വലിയ ഒന്നുമല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിൽ കവിഞ്ഞുള്ളതാണെങ്കിൽ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയ പണമാണല്ലോ, നഷ്ടപ്പെടുത്താൻ പറ്റുമോ? കൂടെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കി കിട്ടിയില്ല. നിരാശയായി, സങ്കടമായി. കൈ നിന്നാൽ ഇങ്ങനെ, ഇയാൾ നല്ല വിശ്വസിച്ച വ്യക്തിയാണല്ലോ, ഇയാൾ എന്നെ തട്ടിപ്പറിച്ചോണ്ട് പൊക്കളഞ്ഞില്ല, സങ്കടമായി. ഈ മനുഷ്യൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ പിറകെ നിന്ന് ഒരാൾ വന്ന് തോണ്ടി വിളിച്ചിട്ട് കിഴി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇരിക്കട്ടെ എന്ന്. അത് അയാളെ കൈ കിട്ടിയ വലിയ സന്തോഷമായി. എന്നാലും എന്ത് ചതിയാ നീ കാണിച്ചു, ഞാൻ വിചാരിച്ചു നീ കൊണ്ടുപോയെന്ന്. അല്ല, കൊണ്ടുപോയതല്ല, പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായില്ലേ? നഷ്ടം കഴിഞ്ഞ് ഇത് കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായില്ലേ? നിങ്ങൾക്ക് സന്തോഷം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. സങ്കടങ്ങളില്ലാതെ എന്ത് സന്തോഷമാണ് മനുഷ്യരെന്ന്. എപ്പോഴെങ്കിലുമൊക്കെ തോറ്റു പോകുമ്പോഴാണ് വിജയത്തിന് മധുരമുണ്ടാവുക. സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സന്തോഷത്തിന് വിലയുണ്ടാവുക. വിശുദ്ധ ഖുർആൻ ലോകത്തെ മനോഹരമായി ജീവിച്ച ഏറ്റവും മഹാനായ മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആനിൽ. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക ബിസ്റക അല്ലദി അൻഖല ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന ഖുർആൻ നമുക്ക് വേണ്ടി. പ്രവാചകരെ, അങ്ങ് നെഞ്ചിൽ താങ്ങി നടന്ന ഭാരങ്ങളൊക്കെ ലഘൂകരിച്ചവനല്ലേ ഞാൻ. ഇന്ന് സങ്കടമുണ്ടോ അങ്ങേക്ക്? ഇന്ന് സങ്കടങ്ങളില്ല. മുതുകിൽ പേറിയ ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ. പോയ കാലത്തിന്റെ ചരിത്രം പരിശോധിച്ചു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അനാഥ ബാല്യം, അനാഥനായി കഴിഞ്ഞു വന്ന ബാല്യങ്ങൾ, അങ്ങനെ കുടുംബത്തിൽ പലരുടെയും ആശ്രയത്തിൽ, അഭയത്തിൽ നീന്തി വളർന്നു വന്നു. ആ ബാല്യങ്ങൾ കടന്ന് വിവാഹ ജീവിതത്തിൽ ശേഷമുള്ള നുബുവത്തിൽ ആട്ടും തുപ്പുകളും. സ്വന്തം നാട് നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവൾ മരണപ്പെട്ടു പോയി, ചേർത്ത് പിടിച്ചവരൊക്കെയും നഷ്ടപ്പെട്ടു പോയി. അവസാനം ഒറ്റത്തടിയായി തോയിഫിലേക്ക് പോകേണ്ടി വന്ന നിമിഷങ്ങൾ. അങ്ങനെ സങ്കടങ്ങൾ എന്തുമാത്രം. പിറന്ന നാടിനോട് വിട പറയുമ്പോൾ പോലും കാബയിൽ ചെന്നിട്ട് ഈ നാടും മണ്ണും ഈ കാബയും വിട്ടുപോകാൻ ആഗ്രഹമുണ്ടായിട്ടില്ല. എനിക്കേറെ പ്രിയപ്പെട്ട കാബ, ഞാൻ പക്ഷെ വിധിയാണ്, ഞാൻ വിട്ടുപോകുന്നു എന്ന് യാത്ര പറഞ്ഞിട്ട് വ്യാഖ്യാമാനം നാട് വിട്ട് അന്യനാട്ടിൽ ചെന്ന് വല്ലവന്റെയും മോശാലത്തിന് ഒരു വീട്ടിനകത്ത് അഭയം തേടി കിടക്കേണ്ടി വന്നു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ കടന്നു വന്നിട്ട് അവസാനം വിജയിയായി മക്കം ഫത്ഹും കടന്ന് തന്നെ ആട്ടിപ്പായിച്ച അതേ സമൂഹത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന് വിജയം കൈവരിച്ച നേതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചുമലിലേറിയ ഭാരങ്ങളും നെഞ്ചിന് ഭാരമായ സങ്കടങ്ങളും ഇറക്കി വെച്ചിട്ട് എന്ന് ശാന്തവും സന്തോഷവുമുള്ള ഒരു ജീവിതം അങ്ങേക്ക് ഞാൻ നൽകിയില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്, ആവർത്തനത്തോടു കൂടി ഖുർആൻ അടിവരയിട്ട് പറയാണ്, സങ്കടങ്ങൾക്ക് ശേഷമാണ് സമാധാനമെന്ന്, സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ശേഷമാണ് സന്തോഷമെന്ന്. ഒരാവർത്തിയല്ല, രണ്ടാവർത്തി ഖുർആൻ പറയാണ്, 2 തവണ പറയാണ്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസങ്ങൾക്ക് ശേഷമാണ് സന്തോഷം ഇരിക്കുന്നത് എന്ന്.
അതേ പ്രയാസങ്ങൾക്ക് ശേഷമാണ് സന്തോഷം ഇരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഒരു പ്രശ്നം തീർന്നാൽ അടുത്തതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓരോന്ന് വരും. ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഒന്നിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കൂ. ഒന്നിന് പിറകെ ഒന്നായി സങ്കടങ്ങൾ വരും. ആ സങ്കടങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരു വിജയവും മധുരവും സന്തോഷവും കാത്തിരിക്കുന്നുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കണം. ഇതാ ജീവിതത്തിന്റെ രീതി എന്നുള്ളത്. നമുക്ക് ഇന്ന് കുറെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ന് പ്രധാനമായും സാമ്പത്തികമായി പരീക്ഷണങ്ങൾ പലവിധമാണ്. ഇന്ന് വലിയ നിലയിൽ സാമ്പത്തികമായി പരീക്ഷിക്കപ്പെടുന്ന പല കൂടുതൽ ആൾക്കാരും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കച്ചവട രംഗത്തൊന്നും പഴയ കണക്ക് പുരോഗതിയില്ല. ഈ വലിയ എന്ത് ചെയ്യുക, പൂരപ്പറമ്പ് പോലെ തിരക്ക് പിടിച്ച് ടൗണുകളിൽ നിന്ന് ആള് കുറവാ. എന്തുകൊണ്ട് ആൾക്കാർ വീട്ടിന് പുറത്തിറങ്ങാൻ മടിക്കുന്നത്? ആവശ്യത്തിന് പൈസ ഇല്ല. ആവശ്യത്തിന് പൈസ ഇല്ലാതെ വന്നപ്പോൾ അങ്ങാടിയിൽ തിരക്ക് കുറഞ്ഞപ്പോൾ കച്ചവടക്കാരുടെ ജീവിതവും വലിയ ബുദ്ധിമുട്ടിലായി. അങ്ങനെ ഉദ്യോഗ രംഗത്ത് നിന്ന് കിട്ടുന്ന ശമ്പളങ്ങൾ അതെന്ത് ഇവിടെ ആവശ്യങ്ങൾ കവിഞ്ഞപ്പോൾ വില കൂടി. എല്ലാ വസ്തുവിനും വില കൂടി. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കുള്ള വില എന്ന് പറയുമ്പോഴത്തേക്ക് റെക്കോർഡ് വിലകളാണ്. 1 കിലോയ്ക്ക് 500 രൂപയ്ക്ക് മുകളിൽ മാക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. 500 രൂപ പ്രതിദിന വരുമാനമില്ലാത്തവർ ആയിരക്കണക്കിന് ഈ രാജ്യത്ത് നിന്നും അവശേഷിക്കുമ്പോഴാണ് ഈ എണ്ണയ്ക്ക് ഇത്രയും വില കൂടുന്നത്. ഓരോന്നിനും ഈ പറയുന്നതൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഈ ഓരോ മനുഷ്യനും അവന്റെ ശമ്പളങ്ങൾ എവിടെ എത്തുന്നില്ല. സ്വപ്നങ്ങൾക്ക് പൂർണ്ണമായി ഒരു നിറം പകരാൻ കഴിയുന്നില്ല. എല്ലാം നഷ്ടത്തിലാണ്. കച്ചവടം നഷ്ടത്തിലാണ്. എല്ലായിടത്തും ഞെരുക്കങ്ങളാണ്. തൊഴിലാളികൾക്ക്, ദൈനംദിന തൊഴിലാളി കൂലിപ്പണിക്കാർക്ക് പണി കിട്ടുന്നില്ല. കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നിലച്ച മട്ടാണ്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആവശ്യങ്ങൾ കുന്നോളമുണ്ട്. ആവശ്യങ്ങൾ ഇങ്ങനെ കിടക്കണം. 4 ഭാഗത്തു നിന്ന് ആവശ്യങ്ങൾ. വരുമാനം വരുന്ന മാർഗങ്ങൾ വളരെ കുറവ്. അത് തന്നെ വളരെ കഷ്ടപ്പെട്ട, വളരെ ഞെക്കിഞ്ഞെരുക്കിയ കുറച്ച് ചില്ലറ പൈസ വരുന്ന ചില്ലറകൾ വരുമ്പോൾ വലിയ വലിയ രൂപകളുടെ ചെലവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് അവസ്ഥ എന്നുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ പാളിപ്പോകാൻ പാടില്ല. ഇത് പടച്ചവന്റെ തീരുമാനമാണ്. ഇതൊരു പരീക്ഷണമാണ്. ഈ സങ്കീർണത അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇതിനേക്കാളും ത്യാഗോജ്ജലമായ ജീവിതം നയിച്ചു പോയിട്ടുണ്ട് സഹാബാക്കള്. അതിനേക്കാൾ ത്യാഗോജ്ജലമായ ജീവിതങ്ങൾ ഇതൊന്നും ഒന്നുമല്ല. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാണ്. ഒരു പരിധിവരെ നമുക്കിന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാണ്. കാരണം നാലുക്കൊപ്പം നല്ലതുപോലെ ജീവിക്കാൻ ചുറ്റുമുള്ള ആഡംബര ജീവിതം നോക്കിക്കണ്ടിട്ട് അത് മാതൃകയാക്കിയിട്ട് ജീവിക്കാൻ പോയപ്പോഴാണ് ഈ പാളിച്ച ഉണ്ടായത്. ഈ ഖുർആൻ നിങ്ങളെക്കാൾ മികച്ച ജീവിതം നയിക്കുന്നവരെ നോക്കിയിട്ട് നിങ്ങൾ കണ്ണ് പായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, വഷളാവേണ്ട കാര്യമില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനോഹരമായ ഒരു ജീവിത കാഴ്ചപ്പാട് പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ നിങ്ങൾ എപ്പോഴും നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കണം, മറ്റുള്ളവരിലേക്ക് നോക്കണ്ടെന്നല്ല. മറ്റുള്ളവരിലേക്ക് നോക്കണം. നിങ്ങളെക്കാൾ ഗതിയില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്, നിങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരിലേക്ക് നോക്കുക. ഓരോരുത്തരോടും അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. സഅദി ഷിറാസി പറയുന്നൊരു കഥയുണ്ട്. അയാൾ പറയണേ, എനിക്ക് റബ്ബിനോട് ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കാറങ്ങുമില്ല. റബ്ബിനോട് ഞാൻ അങ്ങനെ സങ്കടങ്ങളും പറയാറില്ല, ഞാനൊന്നും ചോദിക്കാറുമില്ല. പക്ഷേ എനിക്ക് സുദീർഘമായ ഒരു യാത്ര നടത്തേണ്ടി വന്നു. ബസറയിലേക്ക് ഒരു സുദീർഘമായ യാത്ര നടത്തേണ്ടി വന്നപ്പോൾ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എനിക്ക് 2 ചെരുപ്പ് വേണമെന്ന്. സുദീർഘമായ മരുഭൂമിയിലൂടെ അടക്കം കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് 2 ചെരുപ്പില്ലാതെ ദുഷ്കരമായിരിക്കും യാത്ര എന്നതുകൊണ്ട് 2 ചെരുപ്പിന്റെ വഴി കാണിക്കണേ എന്ന് നിരന്തരമായി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ യാത്ര തുടങ്ങുന്ന ദിവസവും എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വലിയ വിഷമം തോന്നി. വലിയ പ്രയാസപ്പെട്ട ഞാൻ യാത്ര പൂർത്തിയാക്കിയത്. അങ്ങനെ ബസ്രയിൽ ഞാൻ എത്തി. ആ ബസ്രയിൽ ഒരു പള്ളിക്കകത്തേക്ക് കയറി. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ കടന്നു വന്ന് എനിക്ക് സങ്കടവും പരിഭവവും ബാക്കിയാണ്. ഞാൻ റബ്ബിനോട് അങ്ങനെ ഒന്നും ചോദിക്കാറങ്ങുമില്ല, ചോദിച്ചിട്ട് കിട്ടിയതുമില്ലാന്ന്. പക്ഷെ ഞാൻ പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ പള്ളി വാതിൽക്കൽ ഒരു മനുഷ്യൻ യാചകനായിരിപ്പുണ്ട്. ആ മനുഷ്യന് 2 കാലുമില്ലായിരുന്നു. 2 കാലുമില്ലാതെ കൈനീട്ടിയിരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ എനിക്ക് ആശ്വാസമായി. എനിക്ക് ചെരുപ്പല്ലേ ഇല്ലാതെ പോയുള്ളൂ, എനിക്ക് 2 കാൽ അല്ലാഹു നൽകിയല്ലോ എന്നും. എനിക്ക് പരിഭവങ്ങളില്ലാതെയായി. എന്റെ സങ്കടങ്ങൾ അവിടെ അവസാനിക്കാണ്. എന്നേക്കാൾ കഷ്ടപ്പെടുന്ന ഒരാളെ നോക്കിയപ്പോ എനിക്ക് വലിയ ആശ്വാസമുണ്ടായി. ഇതാ റസൂല് പഠിപ്പിക്കുന്നത്, ഫൻദുർ ഇലാ മൻ അസ്ഫലിക്കും ലാ തൻദുർ ഇലാ മൻ അലാക്കും. നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല. വലിയ മട്ടുപ്പാവിൽ ജീവിക്കണം, വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട്, കാറുണ്ട്, നല്ല ഉദ്യോഗമുണ്ട്, പണമുണ്ട്, ബിസിനസ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് കൂട്ടിയാ കൂടാത്തതുപോലെ ആ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ ജീവിതം വേണമെന്ന് നമ്മൾ ആശിച്ചിരിക്കുമ്പോൾ ഫോൺ കോൾ വരും, ലോണ് തരാന്ന്. എങ്കിൽ പിന്നെ ലോൺ ആയിക്കോട്ടെ, അതുപോലൊരു വീടും അത് എന്ത് മാന്യമായ ഒരു വാഹനം എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വേണമെന്ന്. അന്ന് തുടങ്ങുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ. ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാണ് ഈ വിനകളെല്ലാം. അത് നമുക്ക് പറ്റിയ അബദ്ധമാണ്. എപ്പോഴും നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ, നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ടാവും.
റസൂല് പോലും പ്രയാസപ്പെടുമ്പോൾ റസൂലിനോട് ഖുർആൻ പറയുന്നത്, നബിയെ അങ്ങക്ക് മുമ്പും പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്, അവരിതുപോലെ പീഡിപ്പിക്കപ്പെട്ടവരാണ്, ഇതുപോലെ ആ സമൂഹം നിന്ദിച്ചവരാണ്, അത് കഴിഞ്ഞ് അങ്ങ് വന്നതെന്ന്. റസൂലിന് മുമ്പിൽ സഹാബത്ത് വന്ന് പ്രയാസം പറയുമ്പോൾ റസൂലും പറയും, നിങ്ങളെക്കാളും പ്രയാസപ്പെട്ട ഒരു സമൂഹം കടന്നു പോയിട്ടുണ്ട് എന്ന്. أم حسبتم من تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء والزلزال حتى يقول الرسول والذين آمنوا معه متى نصر الله. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചരിത്രം നിങ്ങൾ പഠിക്കുന്നില്ലേ? ഖുർആൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? അവർക്ക് എന്ത് പ്രയാസങ്ങളാണ് സഹിച്ചത്? അവർ വിറപ്പിക്കപ്പെട്ടു പോയി പരീക്ഷണം കൊണ്ട്. എന്ന് അവർ വിറപ്പിക്കപ്പെട്ടു പോയി. അവരും അവർ പ്രവാചകന്മാരും പറഞ്ഞുപോയി, മതാ നസ്റുല്ല, ഇനി എപ്പോ സഹായം, എപ്പോഴാ റബ്ബിന്റെ സഹായം വരികയെന്ന് പറഞ്ഞു പോകുമാറ് അതിക്രൂരമായ പീഡനങ്ങളും താടനങ്ങളും മർദ്ദനങ്ങളും സഹിച്ചു പോയവരാണ് നിങ്ങൾക്ക് മുമ്പും ജീവിച്ചവർ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരെ അനുയായികളോട് പറയുക. ഓരോ പ്രവാചകന്മാരും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം, ഇത് ഖുർആൻ ആയത്താ. റസൂൽ ജനങ്ങളോട് ആയത്തോതി കൊടുത്തു, ഇങ്ങനെയല്ല, ഇതിനേക്കാൾ പ്രയാസം ഉണ്ടാവും, ഇതിനൊക്കെ ഒരു മോചനം ഉണ്ടാകും, കാത്തിരിക്കാൻ, ക്ഷമയോടെ കാത്തിരിക്കാൻ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പിറകെ ഒന്നായി പടച്ചവന്റെ ക്രമീകരണം എന്ന പോലെ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ എങ്ങും പതറിപ്പോകാൻ പാടില്ല, ശാന്തമായ ഒരു മനസ്സ് വേണോ. ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് ഈ ജീവിതത്തെ അള്ളാഹു സജ്ജീകരിച്ച വിധം എങ്ങനെയാണെന്നാണ്. റബ്ബിന്റെ തീരുമാനങ്ങളല്ലാതെ മറ്റൊന്നും കുല്ല യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ ഫഅലല്ലാഹി ഫലയതവക്കലിൽ മുതവക്കിലൂൻ. അള്ളാഹു പറയാണ്, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എന്റെ കഷ്ടതകൾ, എന്റെ സങ്കടങ്ങൾ, എന്റെ രോഗങ്ങൾ, ഇതെല്ലാം എനിക്ക് വെച്ചവൻ എന്റെ റബ്ബാണെങ്കിൽ എന്തിന് ഞാൻ മാനസികമായി അസ്വസ്ഥനാകണം? ഇത് റബ്ബ് വെച്ചതാണ്, ഇത് എനിക്ക് വിധിച്ചിട്ടുള്ളതാണ്. ഈ സങ്കടങ്ങൾ ഞാൻ കടന്നു പോകേണ്ടവനാണ്, ഇത് അനുഭവിക്കേണ്ടവനാണ് ഞാൻ. അതിലെനിക്ക് പരിഭവങ്ങളില്ല, ഞാൻ ക്ഷമിക്കുന്നു അല്ലാ എന്ന്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് വിശ്വാസിയുടെ സ്വഭാവം. യഥാർത്ഥ വിശ്വാസം എന്താ പറയുക? അല്ലാഹുവേ, നീയാണ് എന്നെ ജനിപ്പിച്ചത്, എന്റെ ജീവിതം തന്നവൻ നീയാണ്, ഞാൻ ഈ കാണുന്നതെല്ലാം എനിക്ക് നൽകിയവൻ നീയാണ്, ഇത് പൂർണ്ണമായി നിനക്കുള്ളതാണ്, ഞാനെന്ന ഈ അധ്യായവും എല്ലാം നിനക്കുള്ളതാണ്. ഇവിടെ എന്ത് ഡിസൈൻ നിനക്ക് ചെയ്യാം, എന്നെ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിലും ചിട്ടപ്പെടുത്താം, ഇതിലെന്ത് പരീക്ഷണവും വെക്കാനുള്ള അവകാശവും അധികാരവും നിനക്കുണ്ട്. ഇതെന്ത് നീ ചെയ്താലും ഞാൻ സഹിക്കാൻ ബാധ്യസ്ഥനാണ്, കാരണം ഞാൻ മടങ്ങി വന്ന് നിൽക്കേണ്ടത് നിന്റെ മുമ്പിലാണല്ലോ എന്ന്. അത് പറയുന്ന ഇസ്തിർജാ. വിളക്കണഞ്ഞു പോയപ്പോ, രാത്രി വിളക്കണഞ്ഞു പോയപ്പോ ആ ഇരുട്ട് കണ്ടപ്പോഴും റസൂല് പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അല്ലാഹുവേ, ഈ ഇരുട്ട് എന്ന സങ്കടത്തിലേക്ക് വെളിച്ചം നഷ്ടപ്പെടുത്തിയ ഈ നിമിഷത്തിൽ ഉണ്ടായ ഒരു പ്രയാസമുണ്ടല്ലോ, ആ പ്രയാസം പോലും റബ്ബേ നിന്റെ തീരുമാനമാണ്, എനിക്ക് പരിഭവമില്ല, ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കേണ്ടവനാണ് എന്ന് വിശ്വാസി പ്രതികരിക്കുന്നു. അവർക്ക് വബശ്ശിരിസ്സാബിരീൻ, അങ്ങനെ സഹനശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന്. ഇവിടെ ദുനിയാവിലും സന്തോഷമുണ്ട്, നാളെ പരലോകത്തും സന്തോഷമുണ്ട്. ഇവിടെ നമ്മൾ സഹിക്കുക, ക്ഷമിക്കുന്ന നമ്മളെ വിധിയാണത്, പടച്ചവന്റെ തീരുമാനമാണ്. അതെന്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് വെച്ചാലും റബ്ബിന്റെ അവകാശമാണത്, അധികാരമാണ്. നമുക്ക് പരിഭവിച്ചിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. റബ്ബ് തീരുമാനിക്കും, എടുത്തു മാറ്റും. എല്ലാം കഴിഞ്ഞ് നമ്മൾ പരലോകത്ത് പോയി നിൽക്കും ഒരു ദിവസം. എല്ലാം കഴിഞ്ഞ് ജീവിതം മുഴുവൻ പരീക്ഷണം. ചില ആൾക്കാരെയൊക്കെ ജീവിതം കാണുമ്പോൾ, അവരൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമൊന്നും ഇത്രയും അവസ്ഥയും നമുക്കില്ലല്ലോ എന്ന്. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മൾ കൂടുതൽ ആൾക്കാരെയും ബാധിച്ചിട്ടുള്ളത്. സത്യത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും ചെറിയ പരീക്ഷണമാണ് സാമ്പത്തിക പരീക്ഷ. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും ഞെരുക്കങ്ങളും എന്നുള്ളത് ഏറ്റവും ചെറുതാണ്. അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷണങ്ങളാണ് ആരോഗ്യപരമായ പരീക്ഷണങ്ങളും അതുപോലെ എന്ത് ചെയ്യുക മാനസികമായ പ്രയാസങ്ങൾ. പല ആൾക്കാരും പണമൊക്കെ കണ്ടമാനം ഉണ്ടാകും, പക്ഷെ കുടുംബജീവിതം താറുമാറായ കുടുംബജീവിതം, ഒരു നിലയിൽ ഒന്നും കൂട്ടിയോജിപ്പിക്കാൻ കഴിയാതെ എന്നും പുകയുന്ന അന്തരീക്ഷം, പലതും പുറത്തു പറയാതെ 4 ചുവരുകൾക്കുള്ളിൽ ഈ സങ്കടമെല്ലാം മറച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരുപാട് മനുഷ്യര് നിരന്തരം പ്രശ്നമാണ്. പുറത്തു നോക്കുമ്പോൾ വലിയ വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ വീട്ടിനകത്ത് സമാധാനമില്ല. എത്ര കുടുംബങ്ങളുണ്ട്, സമാധാനമില്ല മനുഷ്യന്. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയരോഗങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളുമായിട്ട് എത്ര കുടുംബങ്ങൾ, ഒരുപാട് സങ്കടങ്ങളുണ്ട്. അതുകണക്ക് നിരന്തരമായി രോഗങ്ങൾ, ഒരാൾക്ക് മാറിയ അടുത്താളിന്, ഒരാൾക്ക് മാറിയ അടുത്താളിന്, ഒന്ന് മാറിയ മറ്റൊന്ന്, ഇങ്ങനെ നിരന്തരമായി അസുഖങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് 2 പ്രശ്നങ്ങൾ ഒരേ കണക്കാണ്, 2 പ്രശ്നങ്ങൾ ഒരേ കണക്ക് ബാധിക്കാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രയാസം കൂടിയുണ്ട്, പിന്നെ കായികമായി ബുദ്ധി. ഇത്ര ദിവസം അലയണം, എത്ര ഹോസ്പിറ്റലിൽ തിന്നേരണം. നമ്മൾ ആലോചിച്ചു, വല്ലപ്പോഴെങ്കിലും ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും ലക്ഷങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവരുടെ കയ്യിലും കോടികൾ കൊടുത്ത് സർജറി ചെയ്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ നിവർത്തിയൊന്നുമില്ല. അതുകൊണ്ട് പാവങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പി ടിക്കറ്റിന് വേണ്ടി നിൽക്കുന്ന ക്യൂ ഉണ്ടല്ലോ, കഷ്ടപ്പാടാ. ഒരു ദിവസം ഒരു മോനെ കൊണ്ടുവരും, അടുത്ത മകനെ കൊണ്ടുവരും. ആരോടാ സങ്കടം പറയുക?
അടുത്ത ദിവസം വാപ്പാക്ക് പിന്നെ അസുഖമാണ്. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ട് ചില സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ കുടുംബ ജോലി കളയണം. ആ ദിവസം കടം വാങ്ങിക്കണം പൈസ ഇവിടെ വന്നു പോകാൻ, എന്നിട്ട് മരുന്ന് മേടിക്കാനും ക്യൂ നിൽക്കാനും ഓരോന്ന്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ സംവിധാനം അറിയാമല്ലോ, ചികിത്സ സൗജന്യമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഓടിപ്പിടിച്ചുകൊണ്ടിരിക്കണം. ആ ലാബ്, ഈ ലാബ്, മറ്റേ ലാബ്, മറിച്ച് ലാബ്, അവിടെ പോയി അങ്ങനെ എല്ലായിടത്തും ഇവർ ഇതും കൊണ്ടുപോകണം. എഴുത്തും വായന അറിയാത്ത പാവങ്ങളടക്കമുണ്ട്. ഇവർ ഈ ലാബൊക്കെ കണ്ടുപിടിച്ച് ഓടി നടന്ന് കാലും ചെരുപ്പും തേഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ നിരന്തരമായി. ചില ഹോസ്പിറ്റലിൽ പോയാൽ സ്ഥിരം പോവുകയാണെങ്കിൽ സ്ഥിരമാകുക അവിടെ നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ജോലി എന്ന് ചോദിക്കേണ്ടി വരും. നമ്മുടെ അവസ്ഥ ഇതാണെന്ന് പരിഭവമില്ല. ഇതാണ് ജീവിതം എന്ന് കണക്കാക്കി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മരണം വരെ ഇതിന്റെ പിറകെ ഓടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കൊക്കെ ആ ബുദ്ധിമുട്ടില്ല. അതാ നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. നമുക്ക് അത് വെച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം അനുഭവിക്കുന്ന മനുഷ്യന് നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ വരും. റബ്ബ് ചോദിക്കും, വലിയ പ്രയാസത്തിലായിരുന്നു അല്ലേ? വലിയ പ്രയാസത്തിൽ. ഈ ദുനിയാവിന്റെ പ്രയാസങ്ങൾ എത്ര കാലാവധി, നിങ്ങൾ എത്ര കാലം ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ടാകുമെന്ന്? ഒരു പകൽ അല്ലെങ്കിൽ ഒരു അരപ്പകൽ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് പറയാനുണ്ടാവുക. ദുനിയാവിന്റെ ജീവിതം എത്രയായിരുന്നു എന്ന് ഈ പ്രയാസം അനുഭവിച്ച മനുഷ്യന് പോലും തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ കഴിയുക, ഏറെ വന്നാൽ ഒരു പകൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതി സമയം അത്രയൊക്കെ അവിടെ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന്. അതിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ടാവില്ല. അത്രയേ ഉള്ളൂ ഈ കാലഘട്ടം. ഈ പരീക്ഷണങ്ങളും സങ്കടങ്ങളും കടന്നു കഴിഞ്ഞപ്പോ ഇതൊക്കെ വളരെ ചെറിയൊരു കാലഘട്ടമാണ്. ഒരു ദിവസത്തിന്റെ ഒരു പകല് കടന്നുപോയി, അത്രമാത്രമാണ് പരലോകത്ത് നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ദുനിയാവുണ്ടാവുക. പക്ഷെ ഈ സങ്കടങ്ങൾ അനുഭവിച്ച മനുഷ്യനുണ്ടല്ലോ, ഈ സങ്കടങ്ങളും പ്രയാസങ്ങളും കടന്നുപോയ മനുഷ്യൻ, അവർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോ ഐശ്വര്യത്തിൽ ജീവിച്ചവൻ കൊതിച്ചു പോകും. അല്ലാഹുവേ, അല്ലാഹുവേ, ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൽ മുഴുവനും കത്തി വെച്ച് കുത്തിക്കീറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിലെന്ന് എന്നുവെച്ചാൽ നമ്മൾ നിരന്തരമായ സർജറിക്ക് വിധേയമാകുന്ന ശക്തമായ രോഗങ്ങൾ നമുക്ക് കൂടി തന്ന് പരീക്ഷിക്കുകയും നിരന്തരമായി കത്രികകൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ അറുത്ത് മുറിച്ചുകൊണ്ട് സർജറികൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ ഇവിടെ കിട്ടുമായിരുന്നല്ലോ എന്ന് ആരോഗ്യത്തോടെ ജീവിച്ചവൻ പോലും കൊതിച്ചു പോകും. ഈ പരീക്ഷണത്തിന് വിധേയമായ മനുഷ്യർക്ക് കിട്ടുന്ന പ്രതിഫലം കാണുമ്പോൾ അതാണ് അള്ളാഹു കൊടുക്കുന്നത്. ഈ സങ്കടങ്ങൾക്ക് കൂലി നൽകുന്നവൻ റബ്ബ്. എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ സഹിക്കുന്ന സഹനതയ്ക്കുണ്ടല്ലോ, നിങ്ങൾക്ക് പടച്ചവും വെക്കുന്ന പരീക്ഷണം, ഈ ജീവിതം, അതിൽ നിങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയാൽ പട്ടുടെ ആടകളും സ്വർഗത്തോപ്പുകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഖുർആൻ. അതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. ആശ്വസിക്കാൻ ഒരുപാട് വകയുണ്ട്. സന്തോഷങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സങ്കടങ്ങൾ കടന്നേ അത് കിട്ടൂ. പതറിപ്പോകാൻ പാടില്ല, പാളിപ്പോകാൻ പാടില്ല. ജീവിതത്തിൽ ഒരു നിമിഷത്തിൽ പോലും അള്ളാഹുവിന് അതിർത്തിയുള്ള ഒരു വാക്ക് പറയാൻ പാടില്ല. അത് പറയാൻ പാടില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെങ്കുത്തായ മലയും കയറി മകൻ ഇബ്രാഹിമിനെ കാണാൻ വേണ്ടി ചെന്നു. മോൻ ഇബ്രാഹിം എന്ന മകനെ എന്ത് ചെയ്യുക, ഒരു കൊല്ലന്റെ വീട്ടിൽ മുല കൂട്ടാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ മക്കളെല്ലാം ചെറുപ്പത്തിലെ മരിച്ചുപോയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന അന്തരിയായ ഇബ്രാഹിമിനെ കാണാൻ വേണ്ടി പോയതാണ്. ആ ഇബ്രാഹിമിനെ ചെന്ന് വാരിയെടുക്കുമ്പോൾ മുഖം മുറക്കാണ്, മരണത്തിലേക്ക് എടുക്കുന്ന നിമിഷമാണ്. റസൂലുള്ളാഹി വാരിയെടുത്ത് കവിളിലും ചുണ്ടിലും നെറ്റിയിലുമൊക്കെ ചുംബനങ്ങൾ അർപ്പിച്ചു. മുത്തി മണത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കയ്യിൽ നിന്ന് ആ മകൻ മരണപ്പെട്ടു പോയി. റസൂലിന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുകാൻ തുടങ്ങി. യാ ഇബ്രാഹിം ഇന്ന ബിഫ്റാഖിക ലമഹ്സൂനുൻ, സങ്കടമുണ്ട് മോനെ നിന്റെ മരണത്തിൽ ഈ വാപ്പാക്കെന്ന്. റസൂൽ അത് കരഞ്ഞു പറയുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുന്നു, നബിയെ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരയുന്നു എന്ന്, അങ്ങയുടെ കണ്ണീര് പുറത്തു വന്നല്ലോ നബിയെ എന്ന്. അങ്ങ് കരയുന്നു എന്ന് റബ്ബിന്റെ തീരുമാനങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ആളല്ലേ? റബ്ബാണ് വിധിക്കുന്നതെന്ന് അങ്ങ് പഠിപ്പിക്കുന്ന ആളല്ലേ? റബ്ബിന്റെ തീരുമാനത്തിൽ അങ്ങക്ക് എന്താ സങ്കടം നബിയെ? ഈ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നല്ലോ എന്ന്. ഇന്നഹാ റഹ്മ, ഇന്നഹാ റഹ്മ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യാ ഇബ്നു റഹ്മാൻ, അബ്ദുറഹ്മാനെ, തീർച്ചയായിട്ടും ഇത് കണ്ണീര്, ഈ കണ്ണീര് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, റബ്ബിന്റെ കാരുണ്യമാണ്. ഈ സങ്കടമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, എന്റെ വേദന ഞാൻ എന്റെ കണ്ണീരിലൂടെ പുറത്തു വരികയാണ്. അല്ലാതെ റബ്ബുന, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഞാൻ പറയില്ല. സങ്കടങ്ങൾ മനുഷ്യ സഹജമാണ്. ഈ സങ്കടത്തിന്റെ പേരിൽ എന്റെ ഈ മകനെയും തിരിച്ചു വിളിച്ചതിന് പേരിൽ എനിക്ക് പരിഭവം പറയാൻ കഴിയില്ലല്ലോ. എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. റബ്ബിനെ ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും പറയില്ല, ഞാൻ ആരെയും പഴിക്കില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പോലും ഞാൻ പറയില്ല. പക്ഷേ എന്റെ കണ്ണ് നിറഞ്ഞോട്ടെ. അതാണ് ഹൃദയം നൊമ്പരപ്പെടും, കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഇത് പ്രകൃതിയാണ്, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ റബ്ബിന് ഇഷ്ടപ്പെടാത്തത് പറയാതിരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബാധ്യതയാണ്. അവിടെ ആ സഹനത ഉണ്ടാവുക, അതാ ക്ഷമ എന്നുള്ളത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
സങ്കടം ഉണ്ടാകുമ്പോൾ കണ്ണീരുണ്ടാകും, ഹൃദയത്തിൽ നൊമ്പരവും വേദനയും ഉണ്ടാകും. പക്ഷെ റബ്ബിൻ്റെ തീരുമാനമാണെന്ന് കണക്കാക്കി അതിൽ ക്ഷമിക്കാനും സഹിക്കാനും നാളെ നല്ലത് വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാനും കഴിയുന്നിടത്താണ് ഒരു വിശ്വാസി വികസിക്കുന്നത്. അവിടെയാണ് ശാന്തിയുള്ള ഒരു സമാധാനമുള്ള ഒരു മനസ്സുണ്ടാവുക. അത് വിശ്വാസികൾക്ക് മാത്രം ലഭ്യമാകുന്ന ഒരു അനുഭവമാണെന്ന് ഖുർആൻ. ഏത് പ്രതിസന്ധിയിലും സമാധാനിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ശാന്തിയുള്ള ഒരു മനസ്സ് കിട്ടുന്നുണ്ടെങ്കിൽ, അത് ഈമാന്റെ മാത്രം സംഭാവനയാണെന്ന് ഖുർആൻ. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിന് മാത്രമേ സഹിക്കാനും ക്ഷമിക്കാനും കഴിയൂ. അതുകൊണ്ട് ആ റബ്ബിലുള്ള വിശ്വാസം ബലപ്പെടുത്തുക. ജീവിതത്തിന്റെ സങ്കീർണതകൾ പടച്ചവന്റെ തീരുമാനമാണെന്ന് തിരിച്ചറിയുക. എവിടെയും പാളിപ്പോകാതെ റബ്ബിന്റെ തൃപ്തിയിലായി ജീവിച്ചു മരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ലത് വരാനുണ്ട് എന്ന പ്രതീക്ഷ എപ്പോഴും വെച്ചു പുലർത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിൻ്റെ ചാരെ ഒരു സ്ത്രീ ഇരുന്ന് നിലവിളിച്ച് കരയുന്ന കാഴ്ച കാണുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വത്തഖില്ലാഹ ഫസ്ബിരി, നിങ്ങൾ ഈ നിലവിളിച്ച് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് തഖ്വ ചെയ്യൂ, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ സഹിക്കുകയും ചെയ്യൂ, ക്ഷമിക്കുകയും ചെയ്യൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ സ്ത്രീ മറുപടി പറഞ്ഞത്, ഈ സങ്കടം നിങ്ങൾക്കല്ലല്ലോ സംഭവിച്ചത്, നഷ്ടം എനിക്കായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും പറയാം, എനിക്കാണല്ലോ നഷ്ടം സംഭവിച്ചത്, എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിക്കുന്നുണ്ട്. അത് നബിയാണെന്ന് അറിഞ്ഞിട്ടല്ല, നബി മനസ്സിലായിട്ടുമില്ല അവർക്ക്. റസൂലുള്ളാഹി കടന്നുപോയി. ശേഷം മറ്റൊരാൾ പറഞ്ഞു, നിങ്ങൾ ആരോടാണ് സംസാരിച്ചത് എന്ന് മനസ്സിലായോ? അത് അല്ലാഹുവിൻ്റെ റസൂലിനോടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചത്, അത് മോശമായി പോയില്ലേ, അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന്. നബി ആയിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ നബിയെ കാണാൻ വേണ്ടി വന്ന് നബിയുടെ മുമ്പിൽ പറഞ്ഞു, റസൂലേ, ഞാൻ ആളെ മനസ്സിലായിട്ടില്ലായിരുന്നു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന്, ഞാൻ സങ്കടത്തെ സഹിച്ചിരിക്കുന്നുവെന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമസ്സുബുറു ഇൻദ ശദമത്തിൽ ഊല, ആപത്തിൻ്റെ ആദ്യ പ്രഹരമേൽക്കുമ്പോഴാണ് സഹിക്കേണ്ടത്, അവിടെയാണ് ക്ഷമ വേണ്ടത്. നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ അവിടെ അടിപ്പതറിയിട്ട് നിങ്ങൾ വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കാട്ടിക്കൂട്ടാവുന്നെല്ലാം കാട്ടിക്കൂട്ടി, എല്ലാം ചെയ്തു കൂട്ടിയിട്ട് എല്ലാത്തിനും ഒടുവിൽ സഹിക്കാം, അല്ല എന്താ ചെയ്യുക എന്ന് പറയുന്നതിൽ കാര്യമില്ല. എല്ലാം കഴിഞ്ഞിട്ട് അതിന് വേറെ ഒന്നും ചെയ്യാനില്ല, അത് സഹിക്കലേ ഉള്ളൂ മാർഗം. അത് ആദ്യമേ കഴിയണമെന്നുള്ളതാണ്. കാരണം ഇത് പടച്ചവൻ്റെ തീരുമാനമാണ് എന്ന് ഓരോ ഘട്ടത്തിലും വിശ്വാസികൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കാമെന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടേയിരിക്കണം. എന്ത് സംഭവിച്ചാലും റബ്ബിൻ്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇല്ലെങ്കിൽ പാളിപ്പോവും, പലപ്പോഴും പാളിപ്പോവും. നമ്മൾ ഏറ്റവും വലുതെന്ന് കണക്കാക്കും നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, കൊച്ചുകുട്ടികളല്ലേ. അപ്പോൾ ഇത്ര ദിവസമുണ്ട് നമ്മൾ അവർ വലുതാവും, അവർക്ക് വിവാഹം നടത്തണം, അവർക്ക് വിവാഹം നടത്തിയിട്ട് അവരെ സെപ്പറേറ്റ് ആക്കണം, അവരെന്ത് ചെയ്യും, കുടുംബത്തോട് വേണം, പേരക്കുട്ടികളെയൊക്കെ കളിപ്പിക്കണം, അവന് ഇന്ന വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് വരെ നമുക്ക് പ്ലാൻ ഉണ്ടാവും, ഒരുപാട് പ്ലാനും ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷെ പിന്നെ അടുത്ത നിമിഷം നമുക്ക് വരുന്ന വാർത്ത അബദ്ധം പറ്റിയെന്നാണ്. ഒരു അബദ്ധം പറ്റിയെന്ന് കുട്ടികളല്ലേ, ഇന്നലെ സ്കൂളിൻ്റെ മണ്ടയിൽ കയറിയിട്ട് കറണ്ട് അടിച്ചു മരിച്ചൊരു കുട്ടി ചിന്തിച്ചതാണ്, കണക്കൂട്ടിയതാണോ? അടുത്ത നിമിഷം ഒരു വാർത്തയായിട്ട് വരികയാണ്, നിങ്ങളെ മകൻ മരണപ്പെട്ടു പോയി എന്നൊരു വാർത്ത വന്നാൽ എന്താ ചെയ്യുക മനുഷ്യരെ? സംഭവിക്കാവുന്നതാണ്. പക്ഷെ അത് സഹിക്കാൻ നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എന്ത് സംഭവിച്ചാലും എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, അവൻ എനിക്ക് വേണ്ടി വിരുന്നൊരുക്കി പടച്ചോണ്ട് കോടതിയിൽ കാത്തിരിക്കും. എൻ്റെ മകൻ ആദ്യമേ പോയത് എനിക്ക് വിരുന്നൊരുക്കാനാണ്, എൻ്റെ റബ്ബ് തന്നത് തിരിച്ചെടുത്തതാണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടല്ലോ നമ്മളെപ്പോഴും ഒരുക്കി വെച്ചിരിക്കണം. അതാണ് വേണ്ടത്. അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ട നിമിഷത്തിൽ അദ്ദേഹം ഖബറിലേക്ക് ഇറങ്ങി ആ മകൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ഒരു സഹാബി കരയുന്ന കൈ കൊടുത്തിട്ട് പറഞ്ഞത്, ലാ ഉബശ്ശിറുക എന്ന്, താങ്കളെ ഞാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന്, ഒരു ആശ്വാസവാക്ക് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞു കേട്ടൊരു വാക്ക് പറയാം, ഒരു മനുഷ്യൻ്റെ മകനെയോ മകളെയോ അള്ളാഹു റൂഹ് പിടിച്ച് മരണപ്പെടുത്തി കഴിഞ്ഞാൽ ആ റൂഹും കൊണ്ട് മലക്കുകൾ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ മലക്കുകൾ അള്ളാഹു ചോദിക്കുന്ന കബൽത്തും വലത് അബ്ദി എന്ന്, ആ കബൽത്തും സമറത്ത് ഫുആദി എന്ന്, എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നു, എൻ്റെ അടിമയുടെ മകളെ നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നു, അവൻ്റെ ഹൃദയത്തിൻ്റെ പുഷ്പത്തെ നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നു എന്ന് മലക്കുകളോട് ചോദിക്കും. അവർ പറയും, അതെ അല്ലാഹുവേ, റബ്ബ് പറഞ്ഞിട്ടാണ് ആ തീരുമാനം അവർ നടപ്പിലാക്കിയത്. ഒരു അള്ളാഹുവിൻ്റെ അടിമയുടെ മകനെ, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളെ ആ ജീവൻ എടുത്തുകൊണ്ട് വന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അപ്പൊ റബ്ബ് ചോദിക്കും, മദാഖാൽ അബ്ദി, എൻ്റെ അടിമ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന്, അവൻ എങ്ങനെയാണ് ഈ വിഷയത്തെ, ഈ സങ്കടത്തെ അവൻ കടന്നുപോയത് എന്ന്. അവൻ പറഞ്ഞത്, അൽഹംദുലില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ,
അള്ളാഹു നീ തന്നതാണ്, നീ എടുത്തു, നിനക്കെന്ത് തീരുമാനം എൻ്റെ വിഷയത്തിൽ എടുക്കാമല്ലോ, ഞാൻ സഹിച്ചിരിക്കുന്നു എന്നാണ് അവൻ പ്രതികരിച്ചത് എന്ന് പറയുമ്പോൾ മലക്കുകളോട് പറയുന്നത് ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന വസമ്മുഹു ബൈത്തുൽ ഹംദ് എന്ന്. നിങ്ങൾ സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു കൊട്ടാരം പണിയണം, ആ കൊട്ടാരത്തിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീടെന്ന് പേര് വെക്കണമെന്ന്. എന്ന് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറ്റിയിട്ട് ഈ അബൂ സുനാനോട് ഒരു കൂട്ടുകാരൻ നടത്തുന്ന ഒരു ഉപദേശമാണ്, ഒരു ആശ്വാസവാക്കാണിത്. ഇപ്പം നമ്മൾക്ക് കിട്ടുന്ന ഈ ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു വിധിയുണ്ട്. ആ വിധി വന്നു കഴിയുമ്പോൾ ഇത് റബ്ബിൻ്റെ തീരുമാനമാണ് എന്ന് കണക്കാക്കാനും മനസ്സിലാക്കാനും ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാകുമ്പോഴാണ് അതിന് പിറകെയുള്ള സന്തോഷങ്ങൾ നമുക്ക് ലഭ്യമാവുക. ഏത് നിമിഷം എന്തും വരാം. ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ എന്തും സംഭവിക്കാം. ബിസിനസ്സുകൾ പൊട്ടിപ്പാളിസായി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് കടത്തിണ്ണയിലേക്ക് വലിച്ചെറിയപ്പെട്ടേക്കാം. അവിടെ ദുരഭിമാന ബോധത്തിൽ ഇനി ഇവിടെ ജീവിതമില്ല, ഇന്നലെ വരെ നന്നായി ജീവിച്ചവൻ ഇനി ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ പരിഹാരമല്ല മനുഷ്യരെ, അതൊന്നും പരിഹാരമല്ല. അള്ളാഹു ഏത് രീതിയിൽ നിങ്ങൾ ജീവിതം ചിട്ടപ്പെടുത്തിയാലും അവിടെ നിങ്ങൾ ജീവിച്ച് കാണിക്കണം. മരണം വരെയും ജീവിക്കുക എന്നുള്ളത്, അള്ളാഹു തൃപ്തിക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. അതുകൊണ്ട് ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കടന്ന് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന നിമിഷം വരെയും എല്ലാ ദിവസത്തും നാളെക്കുറിച്ച് നല്ല പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബന റബ്ബി തമ്മിം ബിൽ ഖൈരി വശആദ ആമീൻ ബിറഹ്മതിക يا ارحم الراحمين والحمد لله.